നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡ് വിശദമായി. ചേർപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണിസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് റവറന്റ് ഫാദർ മാത്യു വെട്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. റവറന്റ് ഫാദർ ഡൊമിനി തലക്കോടൻ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജോസഫ് എലുവത്തിങ്കൽ സഹകാർമ്മികത്വം വഹിച്ചു. അദ്ദേഹം ഒരിക്കൽ പോലും തന്റെ ജീവിതത്തെ ഇതുപോലെ നരകതുല്യമാക്കിയ ആ കാണാത്ത മനുഷ്യനോട് ദേഷ്യപ്പെടുകയോ ശപിക്കുകയോ അദ്ദേഹത്തെ പ്രാകുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി തീർക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയും അത് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. ഒരിക്കൽ പോലും അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മലമൂത്ര വിസർജനമൊക്കെ അദ്ദേഹം കട്ടിൽ വെച്ച് തന്നെ ചെയ്യുന്നത്. ഒരുപക്ഷെ ജോലി കഴിഞ്ഞോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജീവിത പങ്കാളി പോയി വരുമ്പോൾ അദ്ദേഹം മലമൂത്ര വിസർജനം ആവശ്യമായി വരുമ്പോൾ നേരാ സമയങ്ങളിൽ അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അദ്ദേഹത്തിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും നമുക്കറിയാവുന്നതാണ്. പക്ഷെ അദ്ദേഹം ഒരിക്കൽ പോലും തന്റെ ജീവിത പങ്കാളിയോട് ദേഷ്യപ്പെടുകയോ അതിന് വിഷമം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. പ്രിയമുള്ളവരെ, ഈ മനുഷ്യനൊക്കെയാണ് നമ്മുടെ വിശുദ്ധരെന്ന് പറയേണ്ടത്. തന്റെ ജീവിതത്തെ ഇതുപോലെ നരകതുല്യമാക്കുകയും ജീവിതത്തിലെ സന്തോഷങ്ങൾ അനുഭവിക്കാതെ കിടക്കുമ്പോൾ പോലും ഒരിക്കൽ പോലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ ശപിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യാതെ കിടക്കുന്നുണ്ട് മനുഷ്യൻ. കാരണം എന്താ? അദ്ദേഹത്തിന്റെ ഉള്ളില് ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹം പറയായിരുന്നു, അച്ഛൻ ഞാൻ കരഞ്ഞിട്ടും ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. തമ്പുരാൻ ഇങ്ങനെയാണ് വിധിക്കുന്നത് എങ്കിൽ ഞാൻ അതിൽ കരഞ്ഞിട്ടും സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? എന്റെ ജീവിതം മാറാൻ പോകുന്നില്ലല്ലോ എന്ന്. തുടർന്ന് വൈകിട്ട് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിന് നിരവധി പേർ പങ്കെടുത്തു. ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന സോമശേഖര റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ചാഴൂർ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചു. വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് അശോക് കോമത്തുകാട്ടിൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ട്രഷറർ പരമശിവൻ, ബ്ലോക്ക് ഭാരവാഹികളായ സന്ദീപ് കൊടപ്പുള്ളി,
ഷംസു, ശിവജി കൈപ്പുള്ളി, രാജൻ, കോൺഗ്രസ് പ്രവർത്തകരായ ഉണ്ണികൃഷ്ണൻ, ഉല്ലാസ്, ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ശോചനീയമായ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, MLA എല്ലാവരും കണ്ടിട്ടുണ്ട്. 1.5 വർഷം മുമ്പ് MLAക്ക് കൊടുത്ത നിവേദനം അവിടെയുണ്ട്. ഇതുവരെ ഒന്നും റീടാറിങ് ചെയ്തിട്ടില്ല. ഈ 1 കിലോമീറ്റർ ദൂരം 2 പഞ്ചായത്തുകളുടെ ഇടയിലാണ് കിടക്കുന്നത്. അത് വളരെ മോശമാണ്. വർഷക്കാലത്ത് വാഹനങ്ങൾ നടക്കാൻ പോയിട്ട് വാഹനങ്ങൾ ഒരു സൗകര്യം സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇതിൻ്റെ അഗേൻസ്റ്റ് ചാഴൂർ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇവിടുത്തെ നാട്ടുകാർ കൂടി നടത്തുന്ന ഒരു ഉപരോധ സമരമാണ്. ഇത് MLAയുടെ ചെവികളിലെത്തും. നേതൃത്വത്തിൻ്റെ ഇടപെടലോട് കൂടിയിട്ട് എത്രയും പെട്ടെന്ന് റീടാർ ചെയ്ത് തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇതുകൊണ്ട് ഞങ്ങൾ സമരം ഇവിടെ നിർത്തുന്നില്ല. ഇദ്ദേഹം ഇത് വ്യക്തമായി ഞങ്ങൾക്ക് ചെന്നില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ മെയിൻ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ പാർലമെന്റിലേക്ക് നടത്തുന്ന മാർച്ചിന് ഇരിങ്ങാലക്കുടയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് NREG വർക്കേഴ്സ് ഫെഡറേഷൻ മണ്ഡലം കമ്മിറ്റി നടത്തിയ മാർച്ച് CPI മണ്ഡലം സെക്രട്ടറി P. മണി ഉദ്ഘാടനം ചെയ്തു. KV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AITUC മണ്ഡലം പ്രസിഡന്റ് റഷീദ് കാറളം, AIYF മണ്ഡലം സെക്രട്ടറി TV ബിബിൻ, AISF മണ്ഡലം സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 14, 15, 16 തീയതികളിലായി നടത്തപ്പെടുന്ന ഇരിങ്ങാലക്കുട ടൗൺ അമ്പ് ഫെസ്റ്റിവൽ സ്വാഗത സംഘം ഓഫീസ് ഇരിങ്ങാലക്കുട സർക്കിൾ ഇൻസ്പെക്ടർ അനീഷ് കരീം ഉദ്ഘാടനം ചെയ്തു. അമ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ ജിക്സൺ മങ്കുടിയാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അമ്പ് കമ്മിറ്റി രക്ഷാധികാരി ജിജി മാമ്പിള്ളി, സെക്രട്ടറി ബെന്നി വിൻസൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ, ചെൽസൺ കോട്ടോളി, ഫ്രണ്ട്സ് ക്ലബ് രക്ഷാധികാരി തോമസ് കോട്ടോളി എന്നിവർ സംസാരിച്ചു. അമ്പ് കമ്മിറ്റി ഭാരവാഹികളായ വിൻസൻ കോമ്പാറക്കാരൻ, ജെയ്സൺ പൊന്തോക്കൻ, പോളി കോട്ടോളി, ഡയസ് തൊഴുത്തുംപറമ്പിൽ, ജോബി അക്കരക്കാരൻ, റപ്പായി മാടാനി എന്നിവർ നേതൃത്വം നൽകി. ആലപ്പാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് മണപ്പുറം ഫൗണ്ടേഷൻ 85,000 രൂപയുടെ ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ, ക്രാഷ് കാർട്ട് ട്രോളി എന്നിവ കൈമാറി. CK കൃഷ്ണകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D. ദാസ്, നാട്ടിക MLA CC മുകുന്ദന് ഹോസ്പിറ്റൽ ഉപകരണങ്ങൾ കൈമാറി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജീബ് ചാഴൂർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദുലാൽ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ രജനി തിലകൻ, ചാഴൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ, ചാഴൂർ പഞ്ചായത്ത് അംഗം വിനീത ബെന്നി, മണപ്പുറം ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. ഹോസ്പിറ്റലിന്റെ മാതൃകയും ഭാവവും മാറാമുമാണ്. നമ്മുടെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന 10 കോടി രൂപ കൊണ്ട് ഒരു വലിയ മാറ്റം മലപ്പാട് ഹോസ്പിറ്റലിൽ അടുത്ത കാലത്തൊക്കെ നമ്മൾ ഉപയോഗിച്ച് പ്രവർത്തനം സൂപ്രണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു വന്നതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. എന്തായാലും ആലപ്പാട് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത സമര പ്രവർത്തനങ്ങളുടെ നാട്, തൊഴിലാളി വർഗത്തിൻ്റെ നാട്, കൂടാതെ തന്നെ പാവപ്പെട്ട കൃഷിക്കാർക്ക് താമസിക്കുന്ന പ്രദേശമാണ് ആലപ്പാട് ഹോസ്പിറ്റൽ. അതുകൊണ്ട് മാതൃകപരമായ ഒരു മാറ്റം ഹോസ്പിറ്റലിൽ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ആ മാതൃകത്തോടു കൂടി ഈ കിട്ടുന്ന ഉപകരണം മാതൃകപരമായ നമുക്ക് മറ്റേ രോഗികൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഞാൻ എല്ലാവരുടെ പേരും എനിക്ക് പറയുന്നില്ല. എന്തായാലും ആ പ്രവർത്തനം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു കാര്യം കൂടി പറയുന്നത് അത് ഫൗണ്ടേഷനോടും പറയാനുള്ളത്. മണപ്പുറം ഇപ്പോൾ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്നോട് പറയേണ്ടായി, ഒരു ജീപ്പ് വാഹനം വളരെ അപകടത്തിലാണ്. വാഹനം ഓടിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ എന്താ പറയുക, അഭിപ്രായം പറയാനൊക്കെ കൊടുക്കണം എന്ന് പറയണം. അപ്പം നമ്മൾ സർക്കാരെ സമീപിച്ചപ്പോൾ സർക്കാർ പറയുന്ന നിയമത്തിൽ അത് നിൽക്കുന്നില്ല. നിയമം പ്രയാസമായതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് അത് സ്പെഷ്യൽ ഓർഡറോടുകൂടി അത് അനുവദിക്കണമെന്ന് വീണ്ടും നമ്മൾ കത്ത് കൊടുക്കും. പെരുമ്പിള്ളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ തിരുവോണ ഊട്ട് ജനുവരി 22 ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, നാമജപം, 11 മണിക്ക് പ്രസാദ ഊട്ട്, വൈകുന്നേരം നിറമാല, ചുറ്റുവിളക്ക് എന്നിവ നടക്കും. ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിശേഷാൽ എണ്ണ അഭിഷേകം ജനുവരി 21 ശനിയാഴ്ച നടക്കും. രാവിലെ 5:30 നിർമ്മാല്യത്തിനു ശേഷം വിശേഷാൽ എണ്ണയാടൽ നടക്കും. തുടർന്ന് ആടിയ എണ്ണ ഭക്തർക്ക് നൽകും. വാതരോഗ നിവാരണത്തിന് എണ്ണ ആടൽ പ്രാധാന്യമുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ചാത്തക്കുടം ക്ഷേത്രം.
എണ്ണ അഭിഷേകം, ആടിയ എണ്ണ തുടങ്ങി മറ്റു വഴിപാടുകൾക്ക് മുൻകൂട്ടി ദേവസ്വം കൗണ്ടറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 7510335302 9495005302. തളിക്കുളം എരടേഴത്ത് ശ്രീ ഭഗവതി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ഗ്രാമപ്രദക്ഷിണം ഭക്തിനിർഭരമായി. രാവിലെ ഗണപതി ഹോമം, കലശാഭിഷേകം, ശ്രീഭൂതബലി എന്നിവയ്ക്കു ശേഷം ഭഗവതിയുടെ ഗ്രാമപ്രദക്ഷിണത്തിന് തുടക്കമായി. ശ്രീഹരി ഭഗവതിയുടെ തിടമ്പേറ്റി. മേളത്തിന്റെ അകമ്പടിയോടെ ഗ്രാമപ്രദക്ഷിണത്തിനായി എഴുന്നള്ളിയ ഭഗവതിയെ പൂത്താലമേന്തിയ ഭക്തർ അനുഗമിച്ചു. വഴിനീളെ ഭക്തർ വീടുകൾക്ക് മുൻപിൽ നിലവിളക്കും നിറപറയും വെച്ച് ഭഗവതിയെ സ്വീകരിച്ചു. തളിക്കുളം, കൊപ്രക്കളം, ചേർക്കര, കൈതക്കൽ തുടങ്ങിയ വിവിധ ദേശങ്ങളിലൂടെയുള്ള ഭഗവതിയുടെ ഗ്രാമപ്രദക്ഷിണം ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ സമാപിച്ചു. ശനിയാഴ്ച രാത്രി 9 മണിക്ക് പള്ളിവേട്ട ചടങ്ങ് നടക്കും. ഉത്സവ ദിവസമായ ഞായറാഴ്ച രാവിലെ 8:30 ശീവേലി എഴുന്നള്ളിപ്പ് നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് 9 ആനകളോടെ നടക്കുന്ന കാഴ്ച ശീവേലിയിൽ ചെർപ്പുളശ്ശേരി രാജശേഖരൻ ഭഗവതിയുടെ തിടമ്പേറ്റും. തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് ആറാട്ടിന് എഴുന്നള്ളിപ്പും ഫെബ്രുവരി 3 പ്രതിഷ്ഠാ ദിനവും പൊങ്കാല സമർപ്പണവും നടക്കും. സ്മാർട്ട് സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ക്രിക്കറ്റ് ലീഗ് സീസൺ 1 മത്സരത്തിന് തുടക്കമായി. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സ്മാർട്ട് സ്പോർട്സ് അക്കാദമി ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. TPR ഗ്രൂപ്പ് MD ഷൈൻ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കരയാമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, അശ്വിൻ ആലപ്പുഴ, സച്ചിൻ T പ്രദീപ്, തൗഫിക് വലപ്പാട്, ധനേഷ് മിഡിൽ ലൈൻ, KR രാഹുൽ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്ന ടീം, തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രമുഖ കളിക്കാർ പങ്കെടുക്കുന്ന ടീമാണിത്. അപ്പോൾ അത്രയും നല്ല ഭംഗിയായിട്ട് ഈ ടീം നല്ല ഉത്തരവാദിത്വത്തോടെ അതിന്റെ എല്ലാ തനിമയോടും കൂടി നടത്തുവാൻ സാധിക്കട്ടെ. ഏറ്റവും ഭംഗിയായിട്ട് ഈ ലീഗ് പരിസമാപ്തി കുറിക്കട്ടെ. ഇനിയും അടുത്ത വർഷങ്ങളിൽ സ്റ്റേറ്റ് ലെവലിൽ ഇവിടെ ടീമുകൾ പങ്കെടുക്കുന്ന ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെങ്ങണിശ്ശേരി നെല്ലിശ്ശേരി ഔസേപ്പ് മകൻ ഫ്രാൻസിസ് നിര്യാതനായി. 84 വയസ്സ്. സംസ്കാരം വെങ്ങണിശ്ശേരി സെന്റ് മേരീസ് പള്ളിയിൽ നടന്നു. ഭാര്യ മേരി ഫ്രാൻസിസ്, മകൻ ജോയ് ഫ്രാൻസിസ്. കോടന്നൂർ ശാസ്താംകടവ് പഴൂര് ശ്രീധരൻ നായർ മകൻ പ്രദീപ് നിര്യാതനായി. 46 വയസ്സ്. നീതുവാണ് ഭാര്യ. ധീരജ് മകനാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5235 രൂപ, പവന് 41,880 രൂപ. സ്മാർട്ട് സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ക്രിക്കറ്റ് ലീഗ് സീസൺ 1 മത്സരത്തിന് തുടക്കമായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.